നമസ്കാരം. വേൾഡ് കപ്പിൽ വലിയൊരു ടെൻഷൻ ഒഴിഞ്ഞ് കിട്ടിയ ദിവസമാണ്. ബ്രസീൽ ആദ്യ മത്സരത്തിൽ മെക്സിക്കോയോട് സമനിലയിൽ പിടിച്ച് കഷ്ടിച്ചിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ബ്രസീൽ പഴയ ജർമ്മനിയോട് കളിച്ച ടീമായി മാറിയോ, ഫുള്ളായിട്ട് അങ്ങനെ മാറിയോ എന്നുള്ള ആശങ്കയിലായിരുന്നു ഫുട്ബോൾ ആരാധകരെ ഒന്നാകെ. ബ്രസീൽ ആരാധകർ മാത്രമല്ല, അതിനപ്പുറത്ത് ബ്രസീലിൻ്റെ കളി അവസാനം വരെ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. കപ്പടിക്കുമല്ലോ എന്നുള്ളതല്ല, അവരൊരു ലോകകപ്പ് അതിൻ്റെ ഒരു ട്രാക്കിലാവുന്നത് വരെ ഇത്തരം ടീമുകൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മുടെയൊക്കെ ഒരു ഫുട്ബോൾ ആസ്വാദനത്തിൻ്റെ ഒരു അളവ് കോലിൽ അതെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അർജൻറ്റീന പിന്നാലെ പോകുന്ന സമയത്ത് തന്നെ ബ്രസീലൊക്കെ അവിടെ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണല്ലോ. തിരിച്ചും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എല്ലാവരും. ആ തരത്തിലാണ് ഫുട്ബോൾ കാണുക. എന്തായാലും ഇന്ന് ഹെയ്ത്തിയോടുള്ള മത്സരത്തിൽ ബ്രസീലിൻ്റെ ഒരു താണ്ഡവം, അല്ലെങ്കിൽ അവർ വളരെ സിമ്പിളായിട്ട് 3 ഗോളും അടിച്ച് ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളും അടിച്ച് പിന്നെ അങ്ങോട്ട് കളി അവസാനിപ്പിച്ച ഒരു കാഴ്ചയാണ്. അത് ആസ്വാദനത്തിൻ്റെ മറ്റൊരു തലം അവർ സമ്മാനിച്ചു. വളരെ സിമ്പിളായി, നമ്മളന്ന് അർജൻറ്റീനയുടെ കളി പറഞ്ഞ പോലെ തന്നെ ഒരു ലളിതമായി കളിച്ച് ജയിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു ലാറ്റിൻ അമേരിക്കൻ ശൈലിയിൽ നമുക്ക് നമ്മളെ കളി ആസ്വദിപ്പിക്കുന്ന കാര്യം. ഇടക്കാലത്തൊക്കെ ഈ ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ അമിത സ്വാധീനത്തിൽ അത് പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ അർജൻറ്റീനയുടെ ആദ്യത്തെ കളിയും ബ്രസീലിൻ്റെ ഈ കളിയും അങ്ങനെയൊക്കെ രസകരമായി അവരുടെ തനത് ശൈലിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമുക്ക് ആകാംക്ഷ, സന്തോഷമൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ അത്ര ഡെപ്തിൽ വിലയിരുത്താൻ ആളില്ലെങ്കിലും എന്തായാലും അങ്ങനെയുള്ളൊരു സന്തോഷം 3 ഗോളിലൂടെ നമുക്ക് നൽകാൻ ബ്രസീലിന് ആയി. വിനീഷ്യസ് കഴിഞ്ഞ തവണത്തെ അവരെ മാനം കാത്ത ആ ഒരു ഗോളാണ്. വിനീഷ്യസ് ഇന്ന് അവസാനം ഫിനിഷ് ചെയ്തു. അതിനു മുമ്പ് മാത്യൂസ് കുൻഹ എന്നൊക്കെ പറയുന്ന ആളുണ്ടല്ലോ, മാത്യൂസ് കുന്യ എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. കുന്യയുടെ 2 ഗോള് നിർണായകമായി, ആദ്യത്തെ ഗോളിന് നിർണായകമായി. അങ്ങനെയാണ് കളി മുന്നോട്ട് പോയത്. തുടക്കത്തിൽ തന്നെ കളിയിൽ ബ്രസീലിന് നല്ല ആധിപത്യം ഉണ്ടായിരുന്നു. ആ മുന്നോട്ട് പോക്കിനിടയിൽ ഹെയ്ത്തി അപകടമാവുമോ എന്നൊക്കെ ആദ്യത്തെ ഒരു 5-8 മിനിറ്റിനിടയിൽ നമുക്ക് ചില നീക്കങ്ങൾ കൊണ്ട് തോന്നിയിരുന്നു. പക്ഷേ അവർക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് അവർ എത്തിയില്ല. ബ്രസീൽ പോലൊരു ടീമിനോട് ഫിനിഷിങ്ങിലേക്കൊക്കെ എത്തുമ്പോൾ പരിമിതിയുണ്ട്. ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. എങ്കിൽ പോലും ഈ കളി നമുക്കങ്ങനെ ഒരു മാത്രമല്ല, കഴിഞ്ഞ കളിയും പിന്നെ ഹെയ്ത്തി ഒരു അസാധാരണ പ്രകടനം എടുക്കാൻ പറ്റാത്തൊരു രാജ്യമായി മാറിയിട്ടുണ്ട്, ടീമായിട്ട് മാറിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു നല്ല നീക്കം, പെട്ടെന്ന് തന്നെ ഗോളാവുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. 12-ാം മിനിറ്റിൽ റഫീഞ്ഞയുടെ ഒരു ഗോളായി എന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷെ അത് ഓഫ് സൈഡ് ആയിരുന്നു. പിന്നീട് അവരുടെ കളി നമുക്കറിയാം, ഇത് ഗോള് നേടുന്ന കളിയാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെയാണ് മാത്യൂസ് കുന്നയുടെ ആദ്യത്തെ ഗോള് പറഞ്ഞത്. അത് 23-ാമത്തെ മിനിറ്റിലാണ്. അത് കഴിഞ്ഞ് 36-ാമത്തെ മിനിറ്റിൽ 2ാമത്തെ ഗോളും നേടി. ഇടവേളയുടെ എക്സ്ട്രാ ടൈമിൽ 3ാമത്തെ ഗോള് വിനീഷും അടിച്ചു. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ഈ ജയിച്ചിട്ട് പോകാൻ തന്നെയാണ്. 48-ാമത്തെ മിനിറ്റിലെ വിനീഷ്യസിൻ്റെ 3ാമത്തെ ഗോളും കൂടി ആയപ്പം കാര്യത്തിലൊരു തീരുമാനമായി. പിന്നെ ഇറക്കേണ്ടവരെ ഇറക്കിയും കയറ്റേണ്ടവരെ കയറ്റിയൊക്കെ വളരെ രസകരമായിട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കോച്ചിനും കഴിഞ്ഞു. അല്ലാതെ ഫുൾ ടൈം അവിടെ നിർത്തി റൊണാൾഡോനെ പിടിപ്പിച്ച മാർട്ടിനസിനെ പോലെയുള്ള കോച്ചായിരുന്നില്ല ബ്രസീലിൻ്റെ ഇത്തവണ. വളരെ ആസൂത്രിതമായി കളിച്ചു. കഴിഞ്ഞ തവണ നമ്മൾ അതിൻ്റെ പരിമിതികളൊക്കെ എടുത്തു പറഞ്ഞതാണ്. അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ. പിന്നെ മെക്സിക്കോ നന്നായി കളിക്കുകയും ചെയ്തല്ലോ അന്ന്, അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല. ഇത്തവണ ഈ കളി കൂടി കഴിയുമ്പോൾ ഗ്രൂപ്പ് സിയിൽ മെക്സിക്കോയും ബ്രസീലും 4 പോയിൻ്റോടുകൂടി അവർ ലോകകപ്പിൻ്റെ എത്ര വലിയ ടീമിനെയും എങ്ങനെയായിരിക്കും ഭാവി എന്ന് പരിമിതമായി മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. എങ്കിലും നല്ലൊരു വിലയിരുത്തലിന് പ്രീ ക്വാർട്ടറിന് വരെയെങ്കിലും എത്തിയാലേ പറ്റുള്ളൂ. അത്രയും ലോകത്ത് ഉള്ള 190 രാജ്യങ്ങളുണ്ടല്ലോ, അതിൽ 48 രാജ്യങ്ങൾ കളിക്കുകയാണ്. അതിൽ നിന്ന് വേണം ഇതിൽ നിന്ന് മികച്ച ടീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു നിഗമനത്തിലെങ്കിലും എത്തണമെങ്കിൽ ഒരു റൗണ്ട് കഴിഞ്ഞ് പ്രീ ക്വാർട്ടറിലേക്ക് എത്തുമ്പോഴാണ് കൂടുതൽ അതിനുള്ള സാധ്യത വരിക. എന്തായാലും ഇന്നത്തെ കളി ഗംഭീരമായി. ആ കളിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മറ്റ് വിശദാംശങ്ങളാണ്. നമുക്ക് അതുകൂടി നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. എന്തായാലും ടീം സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. 9 ഷോട്ടുകളാണ് ബ്രസീൽ തൊടുത്തത്, 8 എണ്ണമാണ് ഹെയ്ത്തി തൊടുത്തത്. ആധിപത്യം എല്ലാ അർത്ഥത്തിലും ബ്രസീലിനുണ്ട് എന്നുള്ളതാണ്. ടാർഗറ്റിലേക്ക് 5 ഷോട്ട്സ് ബ്രസീൽ തൊടുത്തപ്പം 4 എണ്ണമാണ് ഹെയ്ത്തി തൊടുത്തത്. 57% പൊസഷൻ ബ്രസീലിനുണ്ടായിരുന്നു, 43% മാത്രമാണ് ഹെയ്ത്തിക്കുണ്ടായിരുന്നത്. 533 പാസുകൾ ബ്രസീൽ കൊടുത്തു, 387 ഹെയ്ത്തിയുടെ കണക്കിൽ. 89% അക്യുറസി ബ്രസീൽ പുലർത്തി, 84% ഹെയ്ത്തിയും പുലർത്തി. 13 ഫൗൾസ് ഫൗളിലും ബ്രസീൽ തന്നെയാണ് മുന്നിൽ. ബ്രസീലിന് 13 ഫൗളുണ്ട്, ഹെയ്ത്തിക്ക് 15 യെല്ലോ കാർഡ് ബ്രസീലിനാണ് 3 ഹെയ്ത്തിക്കുണ്ട്. അക്കാര്യത്തിൽ ഹെയ്ത്തിയാണ് മുന്നിൽ. 8 ഓഫ് സൈഡാണ് ബ്രസീലിന്. ഓഫ് സൈഡിലും ബ്രസീലാണ്. ഒരു ഗോളടക്കമുള്ള ഓഫ് സൈഡ് ഉണ്ടല്ലോ. 4 ഹെയ്ത്തിക്ക്. അതിൽ അവർ കുറച്ച് ബാക്കിലാണ്.
എന്തായാലും കോർണർ 4-4 ആണ്. ഇങ്ങനെ നല്ല ആധിപത്യം അവർക്കുണ്ട്. ഹെയ്ത്തി അടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഫിനിഷിങ് ഭയങ്കര പ്രശ്നമാണ്. ഹെയ്ത്തിയുടെ കാര്യത്തിൽ നമ്മൾ പണ്ട് ചിലപ്പോൾ മറ്റു ചില കളികളിലൊക്കെ പറയുന്ന പോലെ തന്നെ ഈ വലിയ പ്രതിഭകളുടെ കൂട്ടത്തിൽ ഈ ബാക്കി തട്ടിമുട്ടിയാൽ അവസാനം ഫിനിഷ് ചെയ്യുന്ന കാര്യത്തിൽ അവരങ്ങ് മികവ് കാണിക്കും. അതാണ് ഈ ബ്രസീലും അർജൻറ്റീനയൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ഗുണം. പക്ഷേ മറ്റു രാജ്യങ്ങൾ മിക്കവാറും പുതിയ കറുത്തുകുതിരകളൊക്കെ ആയിട്ടൊക്കെ വരുന്ന ആളുകൾ അതിഭയങ്കരമായി വിയർക്കേണ്ടി വരും ഒരു ഗോൾ കിട്ടാൻ. ബാക്കിയുള്ള സമയത്തും ഇടിച്ചു നിൽക്കണം. ഗോളിനും അവർക്ക് ആ ഫിനിഷിങ്ങിൻ്റെ പ്രശ്നം വരും. ഇന്ന് ഹെയ്ത്തിയുടെ കളിയിൽ നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. 56-ാമത്തെ മിനിറ്റിൽ ഹെയ്ത്തിക്കൊരു അവസരം നല്ല വൃത്തിയിൽ കിട്ടി. പക്ഷേ ആ ഫിനിഷിങ്ങിൽ അത് തൊലഞ്ഞുപോയി. 63-ാം മിനിറ്റിൽ കോർണറിൻ്റെ ഗോളിൻ്റെ അടുത്തെത്തി കോർണർ. പക്ഷേ അത് ആലിസൺ തന്നെ രക്ഷപ്പെടുത്താണ്. ബ്രസീലിൻ്റെ ഗോളി തന്നെ രക്ഷപ്പെടുത്താണ്. അതും അവരുടെ ഒരു അനുകൂല കാര്യമാണ്, ഗോളിയുടെ പ്രതിഭ. അങ്ങനെ പല രീതിയിൽ ഹെയ്ത്തിയുടെ ഒരു കൗതുകം എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ കളിക്കാരുടെ പേരാണ്. പിന്നെ കളിക്കാർ അവിടെ പല രീതിയിൽ ഫ്രാൻസിലൊക്കെ ഈ ലീഗ് 2ാം നിര ലീഗിലൊക്കെ കളിക്കുന്ന ആളുകളാണ്. അവരുടെയൊക്കെ പേര് പല രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എക്സ്പീരിയൻസ് എന്നാണ് ഒരു കളിക്കാരൻ്റെ പേര്, പ്രൊവിഡൻസ്, ഡീഡ്സൺ എന്നൊക്കെയാണ് പേര്. നല്ല രസമുള്ള പേരുകളാണ്. വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു പ്രത്യേക കരീബിയൻ രാജ്യമാണ് നമ്മളെ ഹെയ്ത്തി. 8 ലക്ഷത്തോളം ആളുകളാണ് അവിടെ ഉള്ളത്. ഫ്രാൻസിൽ നിന്ന് കരീബിയയുടെ ഹിസ്റ്ററിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻസിൽ നിന്ന് അടിമ വിപ്ലവത്തിലൂടെ സ്വതന്ത്രമായ ഒരേ ഒരു രാജ്യമാണെന്നാണ് പറയാറുള്ളത്. എന്തായാലും ഹെയ്ത്തിക്ക് ഇത്തവണ 2ാം റൗണ്ടിലേക്കുള്ള സാധ്യത മങ്ങിക്കഴിഞ്ഞു. ഇനി ബ്രസീലും മൊറോക്കോയും ഉറപ്പിച്ചിട്ടുണ്ട്. 3ാം റൗണ്ടിലെ കളികൾ വരാൻ ഉണ്ട്. 2 കളികളാണ് ഇപ്പോൾ കളിച്ചിട്ടുള്ളത്. ഇനി 3ാമത്തെ റൗണ്ടിലേക്ക് എത്തുമ്പോൾ മറ്റ് ഗ്രൂപ്പുകളുടെ കാര്യം കൂടി നമുക്കറിയാം. എന്തായാലും ഇന്നത്തെ കളി ഗംഭീരമായി അവസാനിച്ചു. ബ്രസീലിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പരിഹരിച്ചത് ആരാധകരുടെ നിരാശ മാറ്റി എന്നുള്ളതിനപ്പുറത്ത് ബ്രസീൽ ഉഷാറാണ് എന്ന് തെളിയിച്ചു എന്നുള്ളതാണ്. ഓരോ കളിക്കാരും ഗോളടിക്കാത്തവരും ഗോളടിച്ചവരും എല്ലാവരും അവരുടെ ഫുൾ ഫോമിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അതാണ് ഒരു ലോകകപ്പിലേക്ക് പോകാവുന്ന തരത്തിൽ കപ്പാസിറ്റിയുള്ള ടീമിലുള്ള പ്രതിഭകൾ അവർക്കുണ്ട്. അതിൻ്റെ ഒരു മറ്റു പല പ്രശ്നങ്ങളിലും അതങ്ങ് മുന്നോട്ട് പോകാത്തതാണ്. എൻ്റെ വിശദാംശം കളിയുടെ വൈദഗ്ധ്യത്തോടു കൂടി വിലയിരുത്തേണ്ടതുണ്ട്, സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതുണ്ട്. എന്തായാലും ഇത്തവണത്തെ 2ാമത്തെ കളിയിൽ ബ്രസീൽ നിരാശ മാറ്റി, ആദ്യത്തെ നിരാശ മാറ്റി. ഇനി മുന്നോട്ട് പോക്ക് അത്ര മോശമായിരിക്കില്ല എന്ന് തെളിയിച്ചിട്ടുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.